ബംഗാളിൽ വീണ്ടും മമതയ്ക്ക് തിരിച്ചടി. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ബാലാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷൻ അധ്യക്ഷൻ പ്രിയങ്ക കനുംഗോ നേരിട്ടെത്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറിയത്. പശ്ചിമ ബംഗാൾ സർക്കാരിന് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്ന് പ്രിയങ്ക കനുംഗോ പറഞ്ഞു. മാത്രമല്ല, ബാലാവകാശങ്ങൾ ബോധപൂർവം ലംഘിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം പോക്സോ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബംഗാളിൽ നിരവധി അനധികൃത ബാലസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഫണ്ട് നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. രാഷ്ട്രപതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പാർലമെന്റിന് കൈമാറിയതായും പ്രിയങ്ക കനുംഗോ അറിയിച്ചു. പശ്ചിമ ബംഗാളിൽ നിർധനരായ കുട്ടികൾക്കായി കോട്ടേജ് ഹോം പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടേജ് സ്കീമിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ സുരക്ഷയോ സംരക്ഷണമോ സംസ്ഥാന സർക്കാർ ഒരുക്കുന്നില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടുത്തെ അന്തേവാസികളായ 40 കുട്ടികൾക്ക് നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റിരുന്നു. കുട്ടികളുടെ കളിസ്ഥലത്താണ് ബോംബ് സ്ഫോടനം നടന്നത്. ഇത്രയും അപകടകരമായ സാഹചര്യത്തിലാണ് കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ മമതയും തൃണമൂൽ കോൺഗ്രസും തികച്ചും ത്രിശങ്കുവിലായിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് മൂലം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.